വി ആർ അറ്റ് എ പീക്ക് ഇൻഫ്ലേഷൻ 3% ഒക്കെയാണ് ഇൻഫ്ലേഷൻ വരുന്നത്. ഓരോ മാസവും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇയർ ഓൺ ഇയർ നടക്കുന്ന വാറുകളും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ എന്തായാലും ഇനിയും കൂടുതൽ പൈസ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കും. ഒരു യൂസറെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇന്ന് ആധാറുള്ള പോലെ നാളെ കറൻസിയും യൂസ് ചെയ്യാൻ പറ്റും. ഓർ വൈ ഐ വുഡ് സേ ഗവൺമെന്റ് ഇസ് അഫ്രൈഡ് ഓഫ് ക്രിപ്റ്റോ ഓൾ ടുഗെദർ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. കാരണം അവിടെ ഒരു യൂസറെ ട്രാക്ക് ചെയ്യാനോ, ഇപ്പൊ ഞാനോ, നിങ്ങളുടെ പേരെന്താ, നിഹാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി എടുക്കാനോ ഒരിക്കലും ക്രിപ്റ്റോ കറൻസി വെച്ചുകൊണ്ട് അവർക്ക് പറ്റില്ല. ബിക്കോസ് ഹിയർ വി യൂസ് 32 keywords വാൾട്ട് അഡ്രസ്. അപ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനുമായിട്ടാണെന്നുണ്ടെങ്കിൽ ഓൺ ദിസ് സൈഡ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മളുടെ പേരും ഇമെയിൽ ഐ ഡിയും വെരിഫിക്കേഷനായി KYC കൊടുക്കുമ്പോൾ, ഓൺ ദിസ് സൈഡ് Web3 നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ വി ആർ ഗിവിംഗ് വാൾട്ട് അഡ്രസ് വിച്ച് ഇസ് അൺട്രേസബിൾ. ഇപ്പം അത് ഒരിക്കലും നിഹാലിലേക്കോ നിഹാലിൻ്റെ അഡ്രസ്സിലേക്കോ നിഹാലിൻ്റെ ഇമോഷനിലേക്കോ എത്താൻ സാധിക്കില്ല. സോ അക്കൗണ്ടബിലിറ്റി ഇവിടെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇവിടെ അക്കൗണ്ടബിൾ ആവുന്നത് ആസ് എ യൂസർ ഞാനാണ്. ഇവിടെ അക്കൗണ്ടബിൾ ആവുന്നത് ഓൺ ടോപ്പ് ഓഫ് ഓൾ ഓഫ് us there is an institution or there is an application, I will say. So moving forward, CBDC is going to bring a lot of control over us as a human being. ഇപ്പോൾ ചൈനയിൽ ഓൾറെഡി വാലിഡിറ്റി ഉള്ള കറൻസിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ കറൻസി സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ആ കറൻസി ബേൺ ആയി പോവുകയാണ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഗുഡ് ഫോർ ദ ഹോൾ നേഷൻ. കാരണം ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ സാധിക്കും വെൻ സപ്ലൈ കംസ് ഡൗൺ. പക്ഷേ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പോൾ ഇഫ് ദേ കം അപ്പ് വിത്ത് CBDC, വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ബേണിംഗ് ഇസ് ഗുഡ്, ഇൻഫ്ലേഷൻ കുറയ്ക്കാം. ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പോൾ എനിക്കൊരു 10,000 രൂപ സേവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിരിക്കില്ല. സോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഗ്രോ ചെയ്യുന്ന പോയിന്റിൽ ഇതിനെല്ലാം മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ പോയിന്റിൽ ഒരിക്കലും അതിനെ ജഡ്ജ് ചെയ്യാൻ ഒരാളല്ല. വട്ട് ഐ ബിലീവ്, CBDC വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പല ക്രിപ്റ്റോ ഫേമുകൾ, ഇപ്പോൾ സ്റ്റേബിൾ കറൻസികളുടെ ഫേമുകൾ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഞാൻ തഷ്രീഫിനെ ഡിപ്പോർട്ട് ചെയ്യാണ്. അതായത് more than 32,000+ Web3 സ്റ്റാർട്ടപ്സ്, റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ് ഇന്ന് ഇന്ത്യയിലുണ്ട്. മഹാരാഷ്ട്രയിൽ മാത്രം അറൌണ്ട് 20,000 ഇൻ ബാംഗ്ലൂർ, കർണാടകയിലുണ്ട്. അതുപോലെ തന്നെ വേറെ 20,000 ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്, നോട്ട് ഇൻ കേരള. കേരളത്തിൽ മാത്രം 8,200 സ്റ്റാർട്ടപ്പുകൾ ഉണ്ട്, റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ്. അപ്പോൾ അതിലൊക്കെ നിങ്ങളൊക്കെ പെടും. എന്നാൽ 0 സ്റ്റാർട്ടപ്സ് ആണ് Web3 ജോണറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സ്കെയിലിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ CBDC അത്യാവശ്യമാണ്. വിച്ച് മീൻസ് ഒരു റെഗുലേറ്ററി ബോഡി വേണം, ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ഒരു ഫേം അവിടെ വരണം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ വരണം. So if the government can take an initiative like CBDC, people are forced to use cryptocurrency, or they will surely understand what cryptocurrency stands for. ഇന്നും ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ is equal to Bitcoin. ഒരിക്കലല്ല. That is like saying internet is equal to email. No, internet is far better than email, right? It's just an application on internet. അപ്പോൾ ആ ഫ്യൂച്ചറിലേക്ക് കടക്കുമ്പോൾ എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് CBDC ത്രൂ സഹായിക്കുമെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 30% ടാക്സ്, ദാറ്റ് ഇസ് ഗുഡ്. സോ പീപ്പിൾ സ്റ്റിൽ ഡോണ്ട് നോ. I think out of 1,000, only one will stand up and ask me only you may know what is crypto, how that crypto works and all, right? So our scarcity അവിടെ ഉണ്ട്, that can be solved through cryptocurrency, that can be solved through CBDC, right?